പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് മേപ്പാടി വഴി അങ്ങനെ തമിഴ്നാട് ദേവർശോല ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഒരു റോഡ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. കൂടെ ഉണ്ടാവണേ. നമ്മള് തൃക്കൈപ്പറ്റ റോഡ് കൂടിയാണ് പോകാൻ ഉദ്ദേശിക്കണേ. കൽപ്പറ്റ ബൈപ്പാസ് വഴി കയറാനാ. അപ്പൊ നമ്മള് കൽപ്പറ്റ ബൈപ്പാസിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്കാണ് കേട്ടോ. ഇതേ നമ്മളിപ്പോ ബൈപ്പാസിൽ കൽപ്പറ്റ ബൈപ്പാസിലാണ് കേട്ടോ. ഇവിടെ ബീവറേജ് ഇങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം ഭയങ്കര തിരക്കാണ്. ഇതാണ് കേട്ടോ കൽപ്പറ്റ തുടങ്ങിയ ബീവറേജ് ഷോപ്പ്. ഓരോരോ ഏരിയയിലും പബ്ലിക് ടോയ്ലറ്റ്. കൽപ്പറ്റ ബൈപ്പാസിലെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഗേറ്റ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഗേറ്റ് കാണിച്ചു തരാം. ടിക്കറ്റ് വാക്കി 50 രൂപ പെർ ഹെഡ് ആണല്ലേ. അപ്പൊ അത് കണ്ടില്ലേ, അതിന്റെ ഗേറ്റിന്റെ ഭാഗം മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഒരു ദിവസം പോവാം കേട്ടോ. ബസ് നമ്മള് മേപ്പാടി റോഡിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് ഇത് സ്നേഹസദനം. അപ്പൊ നമ്മള് ഷോർട്ട് കട്ട് റോഡ് മേപ്പാടിയിലേക്കുള്ള മെയിൻ റോഡിലേക്ക് കടക്കുകയാണ് കേട്ടോ. പുത്തൂർവയൽ മേപ്പാടി റോഡിലേക്കാണ് നമ്മളിപ്പോ കടന്നിരിക്കണേ. ചേട്ടാ വോൾവോന്റെ കാറ്, ഞാൻ വോൾവോന്റെ ബസ്സൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ വോൾവോന്റെ കാറ് നോട്ടീസ് ചെയ്യുന്നത് അറിയില്ല. വോൾവോ ആണത്. വോൾവോന്റെ ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. നമ്മൾ പുത്തൂർവയലെത്തിയില്ലേ. ഇപ്പൊ നമ്മള് മേപ്പാടി റോഡിലേക്ക് കടന്നു കേട്ടോ. അപ്പൊ മേപ്പാടി ഏതാ തറവാട് പറഞ്ഞതോ? ഇവിടെ ഒരു തറവാട് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരിക്കൽ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ 1980s അല്ലേ നമ്മുടെ ബൈപ്പാസിലുള്ള റെസ്റ്റോറൻറ്റ്. ആ ടീം ഇത് ഏറ്റെടുത്തു. ഇത്ര അബു സലീമിൻ്റെ സിനിമ കണ്ടല്ലേ. അബു സലീമൊക്കെ ഉള്ള കേട്ടോ എൻ്റെ ഓണർഷിപ്പിൽ. ഈ റോഡ് കാണാനുണ്ട് പറ്റുന്നത്. പശുമ്പ കുടുംബാരോഗ്യ കേന്ദ്രം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ജംഗ്ഷൻ. ഇതുണ്ട് മേപ്പാടി പോലീസ് സ്റ്റേഷൻ. അപ്പം നമ്മൾ ടൗണിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേപ്പാടി ടൗണിലേക്ക് എൻ്റർ ചെയ്തു.
ടൗണിന് ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയാം, ഞാൻ പഠിച്ചതാണ്. ഒരു കാലത്ത് എൻ്റെ എല്ലാമായിരുന്ന ടൗണായിരുന്നു മേപ്പാടി. ഞാൻ +1 +2 പഠിച്ചത് മേപ്പാടി സെൻറ്റ് ജോസഫ്സിലാണ് കേട്ടോ. താഴെ ഭാഗത്തേക്കല്ലേ മേപ്പാടി ബസ് സ്റ്റാൻഡ് കാണിച്ചത് കേട്ടോ. അതാണ് മേപ്പാടി ബസ് സ്റ്റാൻഡ്. പണ്ട് ഇവിടെ ഒരു ബസ്സിന്റെ രൂപം ഉണ്ടായിരുന്നു. ആ മടക്ക് ഉണ്ടാക്കി വെച്ച് ഞാനൊക്കെ +2 പഠിക്കുമ്പോ ഉണ്ട്. ഈ ഭാഗത്ത് നടന്നു പോയ ഹെൽമെറ്റ് ഉണ്ടോ എല്ലാ ഭാഗത്തും? തമാശ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടാ. +2 പഠിച്ച സ്കൂൾ സെന്റ് ജോസഫ്സ്. ഈ റോഡ് നമ്മൾ ഊട്ടി റോഡല്ലേ ചേട്ടാ? മേപ്പാടിന്ന് ഊട്ടി റോഡാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു റോഡാണ് കേട്ടോ അല്ലേ? ഒരു അടിപൊളി റോഡല്ലേ? ഫുള്ള് പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെയുള്ള കാഴ്ചകളുണ്ടാവും. ഇപ്പൊ നമ്മള് താഴെ അരപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് കേട്ടോ. താഴെ അരപ്പറ്റയിലാണ് എത്തിയിട്ടുള്ളത്. നാട്ടിലേക്ക് കയറി കഴിഞ്ഞാല് ചായപ്പൊടി വാങ്ങാൻ നോക്കണം കേട്ടോ. നമ്മുടെ റിപ്പണല്ലേ കാശേട്ടാ അത്? തലക്കൽ. ഇപ്പം കഴിഞ്ഞിട്ടുള്ള സ്ഥലം തലക്കൽ അല്ലേ? തോട്ടങ്ങളാണിത്. ഇപ്പൊ നമ്മളൊന്ന് വണ്ടി ഒന്ന് നിർത്തിയാട്ടോ. ഇപ്പൊ നമ്മള് പാടിവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ. പാടിവയല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാടിവയല് കാലാവസ്ഥ ആകെ മാറിയില്ലേ? നോക്ക്, ആകാശക്ക് ഇരുണ്ട് നല്ലോണം. നല്ല മഴ പ്രതീക്ഷിക്കാട്ടോ. നമ്മളൊന്നേ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. മക്കളെല്ലാരും അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പൊ നമ്മളിപ്പോ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ചാറ്റൊക്കെ ഇതാ ഇവരെ ഉണ്ട്. വെച്ചോ. രാഷേട്ടാ, ഈ ടൗണ് മടുവഞ്ചലല്ലേ? ഇത് ബത്തേരിക്കുള്ള റോഡ് കേട്ടോ. നമ്മൾ ആ വഴിക്കല്ല പോണം. നമ്മൾ പോണത് ഊട്ടി റോഡ്. ഊട്ടിയുടെ പേര് ഉദകമണ്ഡലം. നമ്മുടെ അടുത്ത പ്ലേസ് ആണ്.
നമ്മൾ ബോർഡർ എത്തി ഗൈസ്, ബോർഡർ എത്തി. അച്ഛാ, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, അതായത് ഇവിടെ നിക്ക്. KL supplements. 30 രൂപ നമ്മളിന്ന് വാങ്ങി. ആ, അപ്പൊ എന്താ നമ്മള് തിരിച്ച് കേരളത്തിൽ കിടക്കുമ്പോ വാങ്ങാത്തെ? ഇത് വെച്ചാൽ നീലഗിരി പിന്നെ ഹിൽസിന്റെ റേഞ്ചിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പൊ ആ നീലഗിരി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫീസ് എന്നുള്ള രീതിയിലാണ് അവർ വാങ്ങുന്നത്. നമുക്ക് അതിന്റെ ഒരു ഇത് ഓൺ ദി വേ മനസ്സിലാവും ചെയ്യും. കാരണം എവിടെയും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനെ കണ്ടാലോ അയ്യോ എന്ന് പറയണ്ട, അത് മാറ്റാൻ ക്ലീനായി സേഫായി സൂക്ഷിക്കാനുള്ള ഒരു സാധനമായിട്ടാണ് അവർ തന്നെ കാണുന്നത്. ഉത്സവം തോന്നില്ലേ? കൾച്ചർ പക്ഷെ കുറച്ചുകൂടി നമ്മളെക്കാളിൽ നന്നായിട്ട് തമിഴ്നാട് പ്രകൃതി സംരക്ഷിക്കും. എത്ര മരങ്ങൾ, പണ്ട് മരങ്ങളേ ഇല്ലാത്ത ഏരിയകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ചെന്നൈയോട്. കുറച്ചുകൂടി പ്രകൃതിയുമായി ഇവിടെ ഉത്സവം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവം. അല്ല, കണ്ടാ ഇവിടെ എല്ലാവരും മഞ്ഞ ഷർട്ടും ബ്ലാക്ക് ഉണ്ട്. പൊളി. എന്റെ അമ്മ എന്ത് ഭംഗി എവിടെ കാണാൻ. രോമാഞ്ചം വരുന്നു, രോമാഞ്ചം. അവിടെ നല്ല മുളക് ബജ്ജി ആണെങ്കിലും കിട്ടണം. എന്ത് ഭംഗിയല്ലേ നോക്കാ തേയിലത്തോട്ടം കാണാൻ. ഓ, നല്ല തേയിലത്തോട്ടം. മൊട്ടക്കുന്നുകൾ. മൊട്ടക്കുന്ന് പറഞ്ഞില്ലല്ലോ, എന്താ പറയാ, തേയിലക്കുന്ന്. ചേരമ്പാടി എത്തിയില്ലേ? ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണല്ലേ, ഭയങ്കര ഭംഗി. പിന്നെ അമ്മോ, ഈ ആടുകൾ റോഡിന്റെ സൈഡിലൊക്കെ ആടുകൾ കിടക്കുന്നു. ഇത് ചേരമ്പാടി ടൗൺ എത്തിട്ടാ. നമ്മള് ചേരമ്പാടി ടൗണിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൗൺ അല്ലേ? കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൗൺ ആണ് ചേരമ്പാടി അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ കൽപ്പറ്റ മുതൽ ചേരമ്പാടി വരെയുള്ള യാത്ര നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.